ഹേ ഗൈസ്, അപ്പോൾ എൻ്റെ കോളേജിൽ ഓണപ്പരിപാടി ക്യാൻസലാക്കിയ കാര്യം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി പരിപാടി ആഘോഷിച്ച കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കോളേജ് തുടങ്ങുന്ന ഫസ്റ്റ് ഡേ ഞങ്ങളോട് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എല്ലാ പൊടിപോരും കഴിഞ്ഞിട്ട് പോകാതെ പറഞ്ഞാൽ ഭയങ്കര ഷെയിമായിരുന്നു. കാരണം ഇനി വീഡിയോ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ ആൾക്കാർ എന്തൊക്കെ മടിച്ചിട്ടാണ് ക്ലാസ്സിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സെറ്റ് മുണ്ട് കൊടുക്കാൻ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കോളേജ് ഇപ്പോൾ എല്ലാവരും ഓണം മൂഡിലായിരുന്നു കേട്ടോ. അവിടെ നമുക്ക് സജിത അവൾക്കൊക്കെ മുടി കെട്ടി കൊടുക്കുന്നുണ്ടിട്ട് എനിക്കും അകുലത്ത് വരാം. എൻ്റെ ഹെയർ സ്റ്റൈൽ ഭയങ്കര ബോറായിരുന്നു. അപ്പോൾ അവളൊക്കെ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നോക്കിയപ്പോൾ എല്ലാവരുടെയും ഭയങ്കര മേക്കപ്പാണ്. മുക്കിലും മുയിലും മേക്കപ്പാണ്. ഒരാൾ മാത്രമല്ല, അവിടെ നിൽക്കുന്ന എല്ലാവർക്കും തന്നെ പരിപാടി. ഞാൻ ആലോചിക്കുക, ഡാൻസും പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. ദെൻ ഇവരെന്തിനാണ് മേക്കപ്പ് ചെയ്യുന്നത് അതെനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നുണ്ടായിരുന്നു, അത് വേറെ കാര്യം. സത്യത്തിൽ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി മേക്കപ്പ് ചെയ്യുന്നു, അത്ര തന്നെ. പിന്നെ പൂക്കളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു ഓണം മൂഡ് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നല്ല രീതിയിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ പരിപാടിക്കും. ദെൻ ഗ്രൗണ്ടിൽ പോയി വീഡിയോസ് ഒക്കെ എടുക്കാന്ന് വെച്ച് പോയത്. ഗ്രൗണ്ട് നിറച്ച് പിള്ളേർ, എല്ലാവരും മുക്കിലും മുല്ലൊക്കെ നിന്ന് വീഡിയോസ് എടുക്കലും ഫോട്ടോസ് എടുക്കലും ഒക്കെ ആയിരുന്നു. ഏത് കോണറിൽ നോക്കിയാലും ആൾക്കാർ. അപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അപ്പോൾ നേരെ ക്ലാസ്സിലോട്ട് പോവുകയാണ്. നമ്മൾ ഓണസദ്യ ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പൂക്കളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഗെയിംസൊക്കെ. അപ്പോൾ ഞാൻ ഏട്ടനെ വീട്ടിൽ നിന്ന് വന്ന കാര്യം എനിക്ക് പൊതിച്ചോറായിരുന്നു. എല്ലാവരുടെ കറികളും ഷെയർ ചെയ്ത് വന്നപ്പോൾ എനിക്ക് ശരിക്കും ഒരു ഓണം മൂടായി. ഞാനൊരു സദ്യയിൽ കഴിക്കുന്ന ഒരു ഫീലിംഗാണ് എനിക്കുണ്ടായിരുന്നത്. ഇടയിൽ കുറേ ഫോട്ടോഷൂട്ടും പിന്നെ ഗ്രൂപ്പ് ഫോട്ടോയും എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് ഒരു നേരമായിട്ടുണ്ട്. പക്ഷേ ഗെയിംസ് തുടങ്ങുമ്പോൾ ഒരുപാട് നേരമായിട്ട് നമ്മൾ വിചാരിച്ച നേരമൊന്നുമല്ല, അതിൽ കൂടുതൽ നേരമായിട്ടുണ്ടായിരുന്നു. ഒരു 3:15 നേരം. പക്ഷേ ആ നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇനി കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോകണം, അവിടെ ഇവിടെയും പോകണം. അപ്പോൾ ഒന്നും നടക്കില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഗുഡ് ബൈ പറഞ്ഞ് നേരെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. സത്യത്തിൽ ഭയങ്കര ഹാപ്പി ആയിട്ടൊരു ദിവസം കൂടിയായിരുന്നു. ഞാൻ ഒരുപാട് ആലോചിച്ചു ഇന്നത്തെ ദിവസം വരണോ വേണ്ടയോന്ന്. പക്ഷേ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപാട് മിസ്സാക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. എല്ലാവരുമായിട്ടുള്ള അവസാനത്തെ ഓണമാണ്. അടുത്ത പോലെ ഇതൊന്നും പറ്റിയൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ വഴി പറഞ്ഞ പോലെ എന്തായാലും പ്രിൻസിപ്പൾ ഇത് ക്യാൻസൽ ആക്കിയത് നന്നായി. അതുകൊണ്ട് 2 ടൈപ്പ് ഓഫ് ഓണം സെലിബ്രേഷൻ നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.